ശരിക്കും പറഞ്ഞ എനിക്ക് ജലദോഷമുണ്ട്, തലവേദനയുണ്ട്, ചെറിയ ചൂടുണ്ട്, എന്നെക്കാട്ടിലും വലിയ രോഗിയാണ്. അപ്പോൾ ഇവിടെ പോകണ്ട, വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. ഞായറാഴ്ച ഇതോടെ നമുക്കിന്ന് മണ്ണിൻ്റെ പണിയൊന്നുമില്ല, റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ എടത്തുവാപ്പള്ളിയിലെ പെരുന്നാൾ സമാപിക്കാറായതുകൊണ്ട് നമ്മൾ എടത്തുവായിലോട്ടൊന്ന് പോവാണ്. ചാച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് ലീവ് കിട്ടിയത്, ഉച്ചയായപ്പോൾ ചാച്ച വന്നു. പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ, ഞങ്ങളെല്ലാം റെഡിയായി പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് വീട്ടിലോട്ട് പോകണം. വീട്ടിൽ ചെന്ന് അമ്മച്ചേനെയും കച്ചാച്ചനെയും കൂട്ടിയാണ് നമ്മൾ എടത്തുവായിൽ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഞങ്ങളുടെ അമ്മച്ചേനെയും കച്ചാച്ചനെയും ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല, എൻ്റെ വീഡിയോയിലും കണ്ടിട്ടില്ല. നമ്മുടെ മെയിൻ വീഡിയോയിൽ ഒരു തവണ ജോയുടെ ആദ്യ കുർബാനയ്ക്കൊന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ അമ്മച്ച നിങ്ങൾക്ക് ആർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് ഇപ്പം നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളുടെ അമ്മയുടെ അമ്മേനെ അമ്മയുടെ ആങ്ങളെ കച്ചാച്ചെന്ന് പറയാം, രണ്ടുപേരെ നിങ്ങൾക്കിത് കാണാൻ പറ്റും. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി എത്തി. ഗേറ്റ് തുറക്കട്ടെ, ആരും ഇറങ്ങല്ലേ, ആരും ഇറങ്ങി. ഗൈസ് ഇതാണ് ഞങ്ങളുടെ വീട്. ഗൈസ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുവാണ്. ഗൈസ് കച്ചാച്ചി, ഗൈസ് ഇതാണ് ഞങ്ങളുടെ അമ്മച്ചി. അമ്മച്ചി ചിരിച്ചു കടി. അമ്മ കച്ചാച്ചി, ഇതാണ് ഗൈസ് ഞങ്ങളുടെ കുഞ്ഞമ്മ. ഗൈസ് അങ്ങനെ നമ്മൾ റെഡിയായി വന്നു. ജസ്റ്റ് ഒന്ന് ഫേസ് ഒക്കെ കഴുകി എല്ലാവരും ഒന്ന് ഉഷാറായി. അപ്പൊ ഇതാ നമ്മൾ എടത്താപ്പള്ളിയിലോട്ട് പോകാൻ പോവാണ്. ചാച്ചൻ ഗൈസ് സൺ കിസ്ഡ് മീ. അയ്യോ ഗൈസ്, നിങ്ങൾ ഞങ്ങളുടെ വീട് കണ്ടിട്ടുണ്ടോ? ഇനി ഞങ്ങളുടെ അമ്മ വീട് കണ്ടിട്ടുണ്ടോ? ഇതാണ് ഞങ്ങളുടെ അമ്മ വീട്. അതായത് ഞങ്ങൾ 12 വർഷം ജനിച്ച് വളർന്ന് എൻജോയ് ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞു വീടാണിത്. അപ്പോൾ ഇത് ഞങ്ങൾ ഇറങ്ങുവാണ്. വണ്ടി റെഡി, ഞങ്ങൾ റെഡി, സെറ്റ് പപ്പുവ. അങ്ങനെ ഞങ്ങൾ എടത്തുവായിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ മലയാളത്തിൽ അങ്ങനെ ഗായ്സ് നമുക്ക് 7 പേർക്ക് കൂടെ പോകാൻ വിസ്താരമായിട്ട് കച്ചാച്ചി നമുക്ക് എല്ലാവർക്കും കൂടെ സെറ്റായിട്ട് പോകാൻ നമ്മൾ ഫ്രണ്ടിന്റെ വണ്ടി എടുത്തോണ്ട് വന്നു ചാച്ചൻ. അങ്ങനെ ഗായ്സ് ഞങ്ങൾ അതേ പോവുകയാണ്. അപ്പൊ നമ്മള് എടത്തുവായിലോട്ട് പോവാണ്. പോകുന്ന വഴി കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നമുക്ക് അമ്മച്ചിയോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോവാം. അപ്പോൾ നിങ്ങൾ ആർക്കും എൻ്റെ ചാനലിലൂടെ നമ്മുടെ മെയിൻ ചാനലിലൂടെ അമ്മച്ചിനെയും കച്ചാച്ചിയും അങ്ങനെ കാണിച്ചിട്ടില്ല, കാരണം അത് നമ്മളോട് അല്ലാത്തതുകൊണ്ടാണ്. ഒരു തവണ വീഡിയോയിൽ ജോയുടെ ആദ്യകുർബാനയുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ വീഡിയോയിൽ നമ്മുടെ മെയിൻ പ്രാർത്ഥന വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിക്കൊണ്ടിരുന്ന ആ അമ്മച്ചിയാണ് ഈ അമ്മച്ചി. അതാണ് ഞങ്ങളുടെ അമ്മച്ചി. അപ്പൊ അതാണ് ഞങ്ങളുടെ അമ്മച്ചി. ഈ അമ്മച്ചിയോടെയാണ് 10-12 കൊല്ലം ഞാൻ ജീവിച്ചത്. അതിൻ്റെതായ കുറച്ച് ഗുണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയും. എൻ്റെ വീഡിയോ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ പുത്രനാണ് സഹോദരൻ. നമുക്ക് വേണ്ടി പാട്ട് പാടി തരാൻ പോകണം. പ്രിയ ശരിക്കും എത്ര വയസ്സിൽ? അടുത്ത വയസ്സ് 75. ഗൈസ് നമ്മളിപ്പോൾ എടത്തുവാപ്പള്ളിയുടെ മുന്നിലെത്തി. നീയും നമ്മൾ വണ്ടി എവിടെയെങ്കിലും സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് പള്ളിക്കാം. മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, തിരുനാളിന്റെ നന്മകൾ ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊള്ളുകയാണ്. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തും. അങ്ങനെ നമ്മൾ പള്ളിയിൽ കയറി നിറച്ചു കിട്ടും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അമ്മച്ചിയുടെ ആങ്ങളയുടെ വീട്ടിലോട്ട്. അവരുടെ ഫാമിലീനെ ഇരിക്കുന്ന കണ്ട് കുറേ കണ്ടിട്ട് അവരെയൊക്കെ കണ്ടിട്ട് ഇനി അടുത്ത സ്ഥലം. അങ്ങനെ നമ്മൾ അമ്മായിയുടെയും അങ്കിളിനെയും വീട്ടിലെത്തി. അമ്മായിനെ കണ്ടു.
മച്ചിടാനിയെത്തി. എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. കണ്ണാടി എടുക്കാത്തോണ്ട് എന്തെങ്കിലും നല്ല തിരക്കായിരുന്നു. എങ്ങനെയോ വണ്ടിയിൽ കയറി.